ദാവത്തിന്റെ ബിരിയാണി കിറ്റ് ഉപയോഗിച്ചിട്ട് നല്ലൊരു ബിരിയാണി, ഹൈദരാബാദി ബിരിയാണിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ്. ഇതിനകത്ത് നമ്മൾ വയറ്റിലൊന്നുമില്ല. ഈ കിറ്റിനകത്ത് ഇതേപോലെ ബിരിയാണിയുടെ റൈസ് ഉണ്ട്, ഒരു പാക്കറ്റ്. നല്ല ക്വാളിറ്റി ബസ്മതി റൈസാണ്. കൂടാതെ ഇതേപോലെ നല്ല ബിരിയാണിയുടെ ഒരു പേസ്റ്റ് ഉണ്ട്, മസാല ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നോൺ വെജോ വെജോ ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ റൈസ് ഉണ്ടാക്കാനായിട്ട് സ്പൈസസിൻ്റെ ഒരു ചെറിയ കിറ്റ്, പിന്നെ ഒരു റൈത്ത ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു മസാല പാക്കറ്റ് ഉണ്ട്. ഇത് ജസ്റ്റ് സൈഡിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അരി ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോൾ അരി കുതിർത്തുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകുക. ആ വെള്ളം ക്ലിയർ ആകുന്ന വരെ കഴുകുക. ഒരു 3-4 പ്രാവശ്യം റിൻസ് ചെയ്യുക. അതിനുശേഷം വെള്ളത്തിൽ ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അരിയുടെ സോക്കിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ സോക്ക് ചെയ്ത ശേഷം വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്ന അരിയാണ്. 1 കപ്പ് റൈസാണ്. അരി കുക്ക് ചെയ്യാനായിട്ട് 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിന് പകരം നെയ്യ് വേണേലും ചേർക്കാം. കൂടാതെ നമുക്ക് കിട്ടിയേക്കുന്ന സ്പൈസസ് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഒക്കെ ചേർന്ന്, കുരുമുളക്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി വെള്ളം വാന്ന് വെച്ചേക്കുന്ന അരി ചേർക്കാം. വെള്ളം തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ ടൈം വെക്കുക. ഒരു 6 to 7 മിനിറ്റ്സ് നല്ല ഫ്ലെയിമിൽ ബോയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ 7 മിനിറ്റോളം ഓപ്പൺ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. റൈസ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട്, ഒരെണ്ണം പോലും പൊടിയാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇപ്പോൾ ഒരു 75% റൈസ് കുക്ക്ഡാണ്. ഇനി നമുക്കിത് വെള്ളം വാലാനായിട്ട് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. കുറച്ച് ഓയിൽ ഒഴിക്കും. എണ്ണ നന്നായിട്ട് ചൂടായി. 2 സവാള, ഒരു മീഡിയം സൈസ് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. അണിയൻസ് ഒക്കെ ഗോൾഡൻ ബ്രൗൺ ആയി ഇതെടുക്കാം. ഈ ഒരു ബിരിയാണി കിറ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ള ഒരു വർക്കായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. വേറെ വഴച്ചിലൊന്നുമില്ല. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസോ മട്ടണോ എനി മീറ്റ് വെച്ചിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. വെച്ച് ഞാൻ ഇച്ചിരി വലിയ പീസായിട്ട് എടുത്തേക്കുന്നത്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ 2 പീസായിട്ടൊക്കെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസസ് ആക്കാം. 300 ഗ്രാം തിരിച്ചിടാം. രണ്ട് സൈഡും ഇതേപോലെ 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത ശേഷം നമ്മൾ ബാക്കിയൊക്കെ ചേർക്കത്തുള്ളൂ. ഇതിനകത്തേക്ക് ഇനി മസാല ഇടാറായിട്ടുണ്ട്. 2 സൈഡും ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്ത ശേഷം മസാല ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സവാള, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റും പൊടികളും എല്ലാം ചേർന്നതാണ്.
ഒരു 2 മിനിറ്റ് ഈ മസാല ഇട്ട ശേഷം ഒന്ന് വഴറ്റുക. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുക. 150 ml 150 ml വെള്ളം, 1/4 കപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഉപ്പോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, എല്ലാം പാകത്തിനുണ്ട്. തീ കുറച്ച് വെക്കുക, അടച്ചു വെച്ച് ഇറച്ചി നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നോക്കിയാൽ ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ ഉള്ളൂ. ഇത്രയും ഗ്രേവി നമുക്ക് വേണം ദം ചെയ്യാനായിട്ട്. ഇതിപ്പം വലിയ പീസ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ലെയറായിട്ടേ ചെയ്യുന്നുള്ളൂ ദം ചെയ്യാനായിട്ട്. ഒരു ലെയർ ചിക്കൻ്റെ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ചെറിയ പീസസ് ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും അതിനെ 2 ഹാഫ് ആക്കിയിട്ട് ഒരു ഹാഫ് അടിയിൽ കൊടുക്കുക, അതിൻ്റെ മേലെ റൈസ് ഇടുക, അതിൻ്റെ മേലെ വീണ്ടും ഇറച്ചി ഇടുക, അങ്ങനെ ലെയർ ചെയ്ത് എടുക്കുക. ഇത് ഓഫ് ചെയ്യുവാണ്. ദമ്മിങ്ങിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് റൈസ് കുറച്ചിടാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അണിയൻസ് അതിൻ്റെ ഒരു പകുതി ഇതിനകത്തേക്ക് ഇടാം. ഇനി മല്ലിയില പുതിനയിലൊക്കെ ചോപ്പ് ചെയ്ത് ചേർക്കാം. കുറച്ച് മിൻറ്റ് ലീവ്സും കൂടെ പുതിന ഇലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് ബാക്കി റൈസും കൂടെ ഇടാം. കുറച്ച് ഓണിയൻസും കൂടെ മേലയിട്ട് വീണ്ടും മല്ലിയില പുതിന ഇലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നിറത്തിന് വേണ്ടി, ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാഫ്രൺ ഇച്ചിരി ചൂടുവെള്ളത്തിൽ, ഒരു ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഒരു നുള്ള് സാഫ്രൺ കുറച്ച് നേരം വെക്കുക, അരമണിക്കൂർ വെക്കുക. അതിനുശേഷം ചുറ്റിച്ചും ഒഴിക്കുക. ഇനി അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നമ്മൾ ദം ചെയ്യാനായിട്ട് 7 to 10 minutes ആണ് എടുക്കുക. ആവി നന്നായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ദമ്മായിട്ടുണ്ടാവും. ഇത് ദമ്മാകുന്ന സമയം കൊണ്ട് നമുക്ക് റൈത്ത പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ഈ കിറ്റിൻ്റെ കൂടെ ബിറാനി റൈത്തയുടെ സീസണിങ് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് തൈരിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ റൈത്തയുടെ സീസണിങ് മിക്സ് നമുക്കൊന്ന് പൊട്ടിച്ചിനകത്തേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 300 ml തൈര്, 1.5 കപ്പ് തൈര്. ഇത് നമ്മൾ ബിരിയാണിയുടെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ ഇത് ചില്ല് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. 10 മിനിറ്റോളമായി നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ആവിയൊക്കെ നന്നായിട്ട് വന്ന് നല്ലൊരു മണമാണ്. ഓഫ് ചെയ്യാം. നല്ല ഹൈദരാബാദി ബിരിയാണിയുടെ മണം. ഇത് ചെക്ക് ചെയ്യാൻ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിക്കൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മസാല എല്ലാം ഡ്രൈ ആയി ആ രീതി കിട്ടി. അപ്പോൾ റൈസിൻ്റെ പരുവം കണ്ട നല്ല വിട്ട് 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 കിട്ടി. ഇപ്പോൾ ദാവത്തിൻ്റെ ബിരിയാണി കിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയാണ് നമ്മളിന്ന് ചെയ്തത്. നല്ല പെർഫെക്റ്റ് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഉപ്പ് പോലും ഇടേണ്ട ആവശ്യമില്ല. എല്ലാം പരുവത്തിനാണ്, എരിവ് പുളി എല്ലാം പാകത്തിനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ റൈത്തായും കൂടെ സെർവ് ചെയ്യാം. ഈ ഒരു
ബിരിയാണി കിറ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്താൽ മതി. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.